സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷൂ എറിഞ്ഞ 71-കാരനായ അഭിഭാഷകൻ രാകേഷ് കിഷോറിനെതിരെ കേസില്ല, രാകേഷ് കിഷോറിനെതിരെ പരാതിയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത രാകേഷ് കിഷോറിനെ വിട്ടയച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപമില്ലെന്നും വിഷ്ണു ഭഗവാനെ അപമാനിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് താൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും രാകേഷ് കിഷോർ പിന്നീട് പ്രതികരിച്ചു. തനിക്ക് ചീഫ് ജസ്റ്റിസ് BR ഗവായിയോട് മാത്രമാണ് വിരോധമുള്ളത്. ആ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റൊരു ജസ്റ്റിസിനോട് താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും പിന്നീട് രാകേഷ് കിഷോർ വ്യക്തമാക്കി. എന്തായാലും നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മുറിയിൽ അരങ്ങേറിയത്. രാവിലെ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാനുള്ള ശ്രമം നടന്നത്. സനാതന ധർമ്മത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് 71-കാരനായ അഭിഭാഷകൻ രാകേഷ് കിഷോർ ഷൂ എറിയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. തുടർന്ന് കോടതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും ഇദ്ദേഹത്തെ പിന്നീട് ദില്ലി പോലീസിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ദില്ലി പോലീസിന് ഇത് സംബന്ധിച്ച ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. BR ഗവായി പോലും പരാതി നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് രാകേഷ് കിഷോറിനെ പരാതി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് വിട്ടയച്ചത്. തന്റെ പ്രതിഷേധം BR ഗവായി എന്ന ചീഫ് ജസ്റ്റിസിന് നേരെ മാത്രമാണ്. ബെഞ്ചിലെ മറ്റൊരു അംഗമായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനോട് താൻ ക്ഷമ ചോദിക്കുന്നു. സനാതന ധർമ്മത്തെ അവഹേളിച്ച ചീഫ് ജസ്റ്റിസ് BR ഗവായിയോടുള്ള തന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത്. ഇതിൽ തനിക്ക് ഒരു പശ്ചാത്താപവുമില്ല. ഇതിന്റെ മറ്റ് നടപടികളെ കുറിച്ചോ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ താൻ യാതൊരു തരത്തിലും ആകുലപ്പെടുന്നില്ല. എന്ത് നിയമ നടപടി നേരിടാനും താൻ തയ്യാറാണെന്നും രാകേഷ് കിഷോർ പറഞ്ഞു. കാരണം തന്റെ ഇഷ്ടഭഗവാനായ വിഷ്ണു ഭഗവാനെ അപമാനിക്കുകയാണ് ജസ്റ്റിസ് BR ഗവായി ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് സഹിക്കാൻ കഴിയില്ല. അതിലുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് താൻ നടത്തിയതെന്നും രാകേഷ് കിഷോർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധ്യപ്രദേശിലെ ഖജുരാഹോയിലെ 7 അടി ഉയരമുള്ള വിഷ്ണു വിഗ്രഹം, ആ വിഷ്ണു വിഗ്രഹം നിലവിൽ തല അറുത്തു മാറ്റപ്പെട്ട നിലയിലാണ്. ആ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. ഈ ഹർജി തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദമായത്. തല അറുത്തു മാറ്റപ്പെട്ട നിലയിലുള്ള വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ട് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത്, പോയി ആ ദൈവത്തോട് തന്നെ പറയൂ, ആ ദൈവത്തോട് ആ വിഗ്രഹം ശരിയാക്കാൻ. താങ്കൾ ഒരു വിഷ്ണു ഭക്തനാണല്ലോ, അപ്പോൾ താങ്കൾ ആ ദൈവത്തോട് പറയൂ, താങ്കൾ പ്രാർത്ഥിക്കൂ, ആ ദൈവത്തോട് പറയുകയും ചെയ്യൂ ആ വിഷ്ണു വിഗ്രഹം ശരിയാക്കാൻ എന്നായിരുന്നു പരിഹാസ രൂപേണയുള്ള ജസ്റ്റിസ് BR ഗവായിയുടെ പ്രതികരണം. ഇതാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക്, സ്ഥിതിഗതികൾ വഷളാക്കുന്നതിലേക്ക് ഇടയാക്കിയത്. BR ഗവായിയുടെ പരാമർശം വന്നതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള വിവാദം ഈ വിഷയത്തിലുണ്ടായി. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി. എന്നാൽ കോടതി മുറിയിൽ ഇത്തരമൊരു നാടകീയ രംഗങ്ങൾ ഉണ്ടായതാണ് ഈ വിഷയം ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവാൻ കാരണം. തന്റെ പരാമർശങ്ങളിൽ ഖേദപ്രകടനമൊന്നും BR ഗവായി നടത്തിയില്ലെങ്കിൽ കൂടി തന്റെ പരാമർശങ്ങൾ ഒരു പ്രത്യേക സമുദായത്തെ തൊട്ടുനോവിച്ചു, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആചാരങ്ങളെ ഖനിക്കുന്നതായി പോയി എന്നൊരു തോന്നൽ ജസ്റ്റിസ് BR ഗവായിക്ക് ഉണ്ടായി കാണാം. അതുകൊണ്ടാണ് തനിക്ക് നേരെ ഷൂ എറിഞ്ഞ രാകേഷ് കിഷോർ എന്ന വ്യക്തിക്ക് നേരെ യാതൊരു തരത്തിലുള്ള പരാതിയും നൽകാൻ അദ്ദേഹം തയ്യാറാകാത്തത്. തനിക്ക് പരാതിയില്ലെന്നും ഇതിൽ കേസെടുക്കേണ്ട കാര്യമില്ലെന്നും പിന്നീട് BR ഗവായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം സുപ്രീം കോടതി തന്നെ ഞെട്ടിച്ച വിഷയമാണ്. ഇത്തരമൊരു നാടകീയ സംഭവം സാധാരണ കോടതിയിൽ ഉണ്ടാകാറില്ല. അല്പസമയത്തെ പരിഭ്രാന്തിക്ക് ശേഷം കോടതി നടപടികൾ വീണ്ടും അതേപടി തന്നെ തുടർന്നു. ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതികരണവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രംഗത്തെത്തിയത്. ഇതിനെ RSSുമായി കൂട്ടിക്കെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ചീറ്റിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു അഭിഭാഷക വേഷധാരിയായ വ്യക്തി ഷൂ എറിയാനാണ് ശ്രമിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാനസിക നില തെറ്റിയ വ്യക്തിയുടെ കേവലമായ ഒരു പ്രവൃത്തിയായി ഇതിനെ കാണാനാകില്ല. സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചരണമാണ് അപകടകരമായ ഈ മാനസികാവസ്ഥയിലേക്ക്
വ്യക്തികളെ എത്തിക്കുന്നത് എന്നതാണ് പിണറായി വിജയന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തവും ഏറ്റവും വലിയ വിമർശനവും. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അരങ്ങേറിയ ഈ സംഭവത്തെക്കുറിച്ച് നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ജസ്റ്റിസ് BR ഗവായിയുടെ പരാമർശം, വിഷ്ണു ഭഗവാനെ കുറിച്ചുള്ള പരാമർശം ശരിയായില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും വ്യക്തമാക്കുന്നത്.